ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഥയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ കഥയിലെ ഹീറോയിനാണ് കേട്ടോ. ഇവളുടെ പേരാണ് സുമി. സുമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുമിയുടെ ബോയ് ഫ്രണ്ടും ചിയാങ്ങും തമ്മിൽ 6 വർഷമായിട്ട് ഒരുമിച്ച് താമസിക്കുകയാണ് കേട്ടോ. ഇവർ മാരേജ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഒരു പാർട്ടി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിയാങ്ങിൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് ചിയാങ് വരില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളും പറയുന്നുണ്ട് ചിയാങ് വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവൾക്കെന്ന് പറഞ്ഞത് ചിയാങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ചിയാങ്ങിന് ആ ഒരു ഇഷ്ടം ഇവളോട് തിരിച്ചൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇവർ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഓരോ കാര്യങ്ങളും പ്രത്യേകമായിട്ടാണ് ചെയ്യുന്നുണ്ട് അവന് വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് ചിയാങ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചിയാങ്ങിൻ്റെ കൂടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ യോമി എന്നാണ്. അപ്പോൾ നമ്മുടെ ചിയാങ് ഇവളെ കൊണ്ടുവരുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, ഇവളെ എന്തിനാണ് ഇപ്പോൾ കൊണ്ടുവന്നതെന്നാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അതുവരെ ചിരിച്ചിരിക്കുന്ന ഹീറോയിൻ്റെ ഫേസ് കുറച്ച് ഡള്ളായി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിയാങ് വന്നു കഴിഞ്ഞിട്ട് അവരോട് പറയുകയാണ്, ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു പേഴ്സൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞിട്ട് യോമിയുടെ പേര് പറയുന്നുണ്ട് കേട്ടോ. ഇവളെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് ഈ പാർട്ടിയൊക്കെ അവൻ സെലിബ്രേറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ യോമിക്ക് ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചെറുതായിട്ട് ഫീലൊക്കെ ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ യോമിക്ക് ആണെങ്കിലോ ഇവൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഹീറോയിൻ കട്ട് ചെയ്ത ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ ഇതും കൂടി കാണുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ് ശരിയാവില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ പെണ്ണാണെങ്കിൽ ഉണ്ടല്ലോ ചിയാങ്ങിൻ്റെ മേലൊരു കണ്ണൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനെയും ഇവനെ തെറ്റിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ചിയാങ്ങിന് ഇവളെക്കാൾ ഇഷ്ടം ഇപ്പോൾ ഈ പെണ്ണിനോട് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ റെസ്റ്റ് റൂമിൽ പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരിടത്ത് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആ വരുമാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പണ്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ചിയാങ്ങിൻ്റെ അടുത്ത് ഫ്രണ്ട്സ് പറയുന്നുണ്ട്, അല്ല നീ ഇപ്പോൾ ഇവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ആണോ പാർട്ടി ഇവിടെ വെച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനും അതേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം യോമിനെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ റെസ്റ്റ് റൂമിലെ മിററിൽ നോക്കി കഴിഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ അവളുടെ അമ്മേൻ്റെ അടുത്തും കുറച്ച് റവടികൾ മിസ്ബിഹേവ് ചെയ്യാൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ചിയാങ് വന്നിട്ടാണെങ്കിൽ അവരൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മുടെ അമ്മയുടെ അടുത്ത് ചിയാങ് പറയുന്നുണ്ട്, മോളെ ഞാൻ നല്ല രീതിയിൽ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചിയാങ്ങിനെ നമ്മുടെ ഹീറോയിൻ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചിയാങ്ങായിട്ട് പ്രണയത്തിലാണ്. പിന്നെ അവൻ്റെ കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ള ആലോചിക്കാൻ എനിക്ക് പറയുകയാണ്, ഞാനിപ്പോൾ അഗ്ലേ മാറില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ തലയിലത്തെ ക്ലിപ്പൊക്കെ ഉണ്ട്. ആ സമയത്ത് ചിയാങ് ഈ പെണ്ണ് കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഹീറോയിൻ വരുന്നത്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് പിന്നെ ഇവൾക്ക് പറയണ്ടല്ലോ. എന്നിട്ട് ഇവളാണെങ്കിൽ നേരെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു ഫ്രണ്ട് മാത്രം കുറച്ച് നല്ലവരാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവനിതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ ചിയാങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് നമുക്ക് ബ്രേക്കപ്പ് ആവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഫ്രണ്ട്സും അതുപോലെ പെണ്ണൊന്നും ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, നീയും യോമയാണ് നല്ല പെർഫെക്റ്റ് മാച്ച് എന്ന് പറയുന്നത്, നമ്മൾ തമ്മിൽ മാച്ചല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ തമ്മിൽ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഫ്രണ്ട് പറയുന്നുണ്ട്, സിസ്റ്റർ കുറച്ച് ദേഷ്യമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ ജിയാങ്ങും പറയുന്നുണ്ട് അവളെവിടെ പോകാനാന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നു പറയുന്നുണ്ട്. പിന്നീട് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ജിയാങ്ങിനാണെങ്കിൽ ചെറുതായിട്ട് സ്റ്റൊമക്കിൽ പെയിനൊക്കെ ഉണ്ട്. അതായത് ഇവന് കൂടുതൽ ഡ്രിങ്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൊമക്കിൽ പെയിൻ വരും. അങ്ങനെ പെയിൻ വരുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിനായിരിക്കും അവന് മെഡിസിനും അതുപോലെ അതിനുള്ള സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവൻ പറയുന്നുണ്ട് എൻ്റെ സൂപ്പ് എവിടെയെന്ന് ചോദിക്കേണ്ട. ആ സമയത്താണെങ്കിൽ നമ്മുടെ സെർവൻറ്റ് പറയുന്നുണ്ട് സൂപ്പൊക്കെ മേഡം റെഡിയാക്കി തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ വെളുപ്പിന് 5 മണിക്ക് എണീക്കുണ്ടോ. എന്നിട്ട് ഇവന് വേണ്ടിയിട്ടുള്ള ആ സൂപ്പൊക്കെ റെഡിയാക്കും. ആ ടൈമിൽ സെർവൻറ്റ് എനിക്കുണ്ടാവുള്ളൂ കേട്ടോ. സെർവൻറ്റ് ചോദിക്കുന്നുണ്ട് മോളെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അവളും പറയും ജിയാങ്ങിന് വേണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ആ സൂപ്പ് അവന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇവനാണെങ്കിൽ ഉണ്ടല്ലോ ആ സൂപ്പൊന്നും കുടിക്കുന്നില്ല കേട്ടോ. ഓൾറെഡി ഇവന് വലിയ ഇഷ്ടമൊന്നും ഇവളോട് ഇല്ല. എന്നിട്ട് ആ സൂപ്പൊക്കെ ഇവനാണെങ്കിൽ ആ പാത്രമൊക്കെ തട്ടി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇവൻ ആലോചിക്കുന്നത്. എന്നിട്ട് ഇവൻ പറയുന്നത് എൻ്റെ മെഡിസിൻ മുന്നിൽ എടുത്തിട്ട് തരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സർവൻ്റ് ആണെങ്കിൽ ചീത്ത പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ സർവൻ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ അവൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട് പറയാണ് എന്തിനാണ് ഈ സർവൻ്റ് ഇങ്ങനെ വഴക്ക് പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. സിസ്റ്റർ ദേഷ്യത്തിലാന്ന് തോന്നുന്നുണ്ട്. സിസ്റ്റർ ശരിക്കും ഇതിനെ ബ്രേക്കപ്പ് ചെയ്ത് പോയതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഫോണിൽ കുറേ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ മെസ്സേജിനൊന്നും അവൾ റിപ്ലൈ ഒന്നുണ്ടായിരിക്കില്ല. ഇത് കാണുമ്പോൾ ഇവന് ദേഷ്യം വരാൻ ഇവൻ പറയാണ് ഇത്ര റിച്ചായ മാൻ എന്നെ ഉപേക്ഷിച്ച് പോയോ, അവൾ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അതേ ടൈമിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ കോളേജിലേക്ക് വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഒരു ഓൾഡ് പ്രൊഫസർ വന്നിട്ട് ഹീറോയിനടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പ്രൊഫസറിന് പഠിക്കായിരിക്കും. അതിൻ്റെ പഠിപ്പ് കണ്ടിന്യൂ ചെയ്യാണ്ടായിരിക്കും നമ്മുടെ ചിയാങ്ങിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇവളാണെങ്കിൽ ഇപ്പോൾ റീജോയിൻ ചെയ്യാണ്. ആ സമയത്ത് നമ്മുടെ ഫ്രണ്ടിനും ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. നീ എന്തായാലും തിരിച്ചു വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇവളും പറയുകയാണെങ്കിൽ ചിയാങ് ചാപ്റ്റർ ക്ലോസ് ആയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് നമ്മുടെ ഷെന്ന് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ
ഷെന്നിനെ കുറിച്ച് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. ഷെൻ എന്ന് പറയുന്നത് ഇതിലൊരു ഹീറോ ആണ് കേട്ടോ. നമ്മുടെ ഷെന്നിനാണെങ്കിൽ ബെസ്റ്റ് പ്രൊഫസർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇവൻ്റെ അടുത്ത് സ്പീച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഷെൻ അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് അവന് കോൾ വരുന്നുണ്ട്. നമ്മുടെ സുമി വന്നെന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയിൻ തിരിച്ച് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവന് ഭയങ്കര ഹാപ്പി ആവാൻ വേണ്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. ഇവളെ ലുക്കൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നീ ലുക്കൊക്കെ മൊത്തത്തിൽ മാറ്റില്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കാണ്. നമ്മുടെ ജിയാങ് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിൻ്റെ ഹെയർ എന്ന് പറയുന്നത് നല്ല ഹെയറാണ്, ഈ ഹെയർ ഒരിക്കലും നീ കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആ ഫ്ലാഷ് ബാക്ക് ആലോചിക്കണം. അങ്ങനെ അവളാണെങ്കിൽ അവളെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് അവളെ ലുക്കൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ആക്കുന്നുണ്ട് കേട്ടോ. കോസ്റ്റ്യൂംസ് കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്തിട്ട് അവൾ നല്ല അടിപൊളിയാവുന്നുണ്ട്. അങ്ങനെ അവൾ കോളേജിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ ഫ്രണ്ട്സൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വണ്ടർ അടിക്കുന്നുണ്ട്. ആരാണ് ഈ ബ്യൂട്ടി എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പെണ്ണും വരുന്നുണ്ട് യോമി. ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കണ്ടൊന്നും ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ മറ്റുള്ള സ്റ്റുഡൻസൊക്കെ പറയുകയാണ് എന്തൊരു ബ്യൂട്ടി ഇവളെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സംസാരിക്കുന്നത്. അതൊക്കെയാണ് ആ പെണ്ണിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ നമ്മുടെ ഷെൻ അവിടേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ വന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷെന്നും വരുന്നുണ്ട്. ഷെൻ എന്ന് പറയുന്നത് ഇവളെ സീനിയറാണ് കേട്ടോ. നമ്മുടെ ഹീറോയിൻ എന്ന് പറയുന്നത് ജൂനിയറാണ്. ഷെന്നിന് ഓൾറെഡി തന്നെ ഇവളോടൊരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്കായിരിക്കും വരണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് മറ്റുള്ള സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര വണ്ടർ. കാരണം നമ്മുടെ ഷെൻ എന്ന് പറയുന്നത് അത്ര ആരായിട്ടും കമ്പനിയൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് നേരെ വന്നിട്ട് ഇവൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പറയുന്നത് നമുക്കൊരു സ്ഥലം വരെ പോകാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ അവൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ യോമിക്ക് കണ്ടിട്ട് അത്രയ്ക്ക് സൈക്കിൾ. അപ്പോൾ മറ്റുള്ളവരൊക്കെ പറയാണ് ഷെന്ന് നമ്മുടെ ഹീറോയിനും പെർഫെക്റ്റ് മാച്ചാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യോമിയാണെങ്കിൽ ജിയാങ്ങിനെ കോൾ ചെയ്തിട്ട് പറയാണ് ഈ കോളേജിലേക്ക് വരാൻ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ ഹീറോയിനെ കൊണ്ടുപോകുന്നത് ഒരു ഓൾഡ് പ്രൊഫസർ എടുത്തിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഓൾഡ് പ്രൊഫസർ നമ്മുടെ സുമീനെ കുറിച്ച് നമ്മുടെ ഹീറോയിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഇവള് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്കായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ പ്രൊഫസറെ കണ്ടു വന്നിട്ട് സംസാരിച്ചിട്ട് കരയുന്നുണ്ട്, സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഈ പ്രൊഫസറായിരിക്കും ഇവൾക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് ഇവളാണെങ്കിൽ പഠിപ്പ് കണ്ടിന്യൂ ചെയ്യാണ്ട് പോയിണ്ടായിരിക്കില്ലേ. അപ്പോൾ അതിനാണ് അവൾ സോറി ഒക്കെ പറഞ്ഞിട്ട് പറയുന്നത് ഷെന്ന് നീ ഇവളെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവന് മോക്കെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവൾക്ക് സ്റ്റഡിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷെന്നും അതുപോലെ തന്നെ ഹീറോയിനും തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ തിരിച്ചു കിടക്കുന്ന സമയത്താണെങ്കിൽ ഉണ്ടല്ലോ ഈ നമ്മുടെ ജിയാങ്ങിനെ ഈ പെണ്ണ് വിളിച്ചു ചേർത്തിട്ടുണ്ടായിരിക്കുമല്ലോ, അവനും ഉണ്ടായിരിക്കും. എന്നിട്ട് ഇവള് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണാണെങ്കിലും നമ്മുടെ ജിയാങ്ങിന് കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ ഇത് കാണുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവൾ കാണുന്നതാണല്ലോ. അങ്ങനെ ഇവളാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഷെന്നിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വാ പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കണ്ടു നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഷെന്ന് പറഞ്ഞ് ശരിക്കും നീ ബ്രേക്കപ്പ് ആയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളും പറയാണ് അതെ ആ ചാപ്റ്റർ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷെന്നും ഇവളെടുത്ത് കുറച്ച് ക്ലോസ് ആയിട്ട് ഇവളാണെങ്കിൽ ടച്ച് ചെയ്തിട്ട് ഇവളെ കൈ പിടിച്ചിട്ട് അവിടെ നിന്ന് പോകണ്ട. ഇതാണെങ്കിൽ നമ്മുടെ ജിയാങ്ങിനെ കണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് സഹിക്കണില്ല കേട്ടോ. എന്നിട്ട് ഈ പെണ്ണ് പറയാണ് വാ ജിയാങ് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ആ ഫ്ലവർ നിലത്തിട്ടിട്ട് നമ്മുടെ ഹീറോയിനെ വന്ന് പിടിച്ചിട്ട് പറയാണ് ഇവന് വേണ്ടിയിട്ടാണോ നീ എന്നെ ബ്രേക്കപ്പ് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നെക്കാൾ സമ്പന്നനാണോ ഇവരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ജിയാങ് ആണെങ്കിൽ റൂഡായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ തിരിച്ച് പറയുന്നുണ്ട് പണത്തിൻ്റെ മൂല്യം വെച്ചിട്ട് നീ ഒരാളെ അളക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ പണത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പക്ഷേ ഞാൻ സ്നേഹത്തിനാന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്നേഹമൊന്നും നീ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല, അതുകൊണ്ടാണ് നിന്നിട്ട് പോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. വെറുതെ എൻ്റെ വഴിയിൽ വരണമെന്ന് പറയുന്നുണ്ട്. നീ കാരണം 6 വർഷം വേസ്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിച്ചിട്ട് അവിടെ നിന്നാണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. അതായത് അവളുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെയാണ് അവൾ പറയണത്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഞാനിങ്ങനെ ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിയാങ്ങിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. വെറുതെ എൻ്റെ വഴിയിൽ ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ ഒരു വാൺ ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിയാങ് അത് കണ്ടൊന്ന് ഷോക്കാവാണ്. എന്നിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ച് ആലോചിക്കാൻ കേട്ടോ. ഒരു ഫ്ലാഷ് ബാക്കാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ കുട്ടികൾക്ക് ക്ലാസ് എടുക്കേണ്ടായിരിക്കും. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഷെൻ അതിൽ കൂടെ പാസ് ചെയ്ത് പോകണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവളെന്ന് പറയുന്ന നല്ല ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആണല്ലോ. അപ്പോൾ ഇവളുടെ ക്ലാസ് എടുക്കുന്ന ടൈമിലുണ്ടല്ലോ ആ സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇവൾ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഓ നീ വലിയ ടീച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഉണ്ടല്ലോ ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് ഇവൾക്ക് എന്ത് ചെയ്യുന്ന പറയട്ടെ ആ സ്റ്റുഡൻസ് ഉണ്ടല്ലോ ഇവളെ കളിയാക്കിയത് അവർക്കൊക്കെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരോടൊക്കെ തവളച്ചാട്ടം ചാടാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ആ ചാടം കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഷെന്ന് കാണണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഷെന്നിനെ കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. ആ ടൈം തൊട്ട് തന്നെ നമ്മുടെ ഹീറോയിനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോഴാണ് നീ ആ പഴയ സുമി എന്ന് പറയുന്നുണ്ട്. കാരണം പഴയ സുമി എന്ന് പറയുന്നത് നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. അപ്പോൾ ഇവന് പറയണേ ഇപ്പം ഞാൻ ഹാപ്പി എന്ന് പറയുന്നുണ്ട്, നിനക്ക് താമസിക്കാനുള്ള വീടൊക്കെ ഞാൻ റെഡിയാക്കുന്നത് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു വീടൊക്കെ അവൻ റെഡിയാക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവളും താങ്ക് യു പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജിയാങ്ങിനെയാണ് കാണിക്കുന്നത് കേട്ടോ. അവനാണെങ്കിൽ സ്റ്റോപ്പ് പെയിൻ കൂടി വരാണ് കേട്ടോ. ആ സമയത്ത് ഇവൻ പറയുന്നുണ്ട് എൻ്റെ മെഡിസിൻ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ സെർവൻറ്റ് പറയുന്നുണ്ട് മെഡിസിൻ സാറിൻ്റെ റൂമിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ജിയാങ്ങാണെങ്കിൽ ആ മെഡിസിൻ വന്ന് തുറക്കുന്നുണ്ട്. അപ്പോൾ ആ മെഡിസിനെ കഴിക്കാൻ പോണ സമയത്തുണ്ടല്ലോ
നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഫോൺ ഉണ്ടായിരിക്കും, ഓൾഡ് ഫോൺ, അതവൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ അവളിങ്ങനെ കുറച്ച് മെസ്സേജൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവളെ അമ്മയ്ക്കായിരിക്കും, അവളെ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അവളെ അമ്മയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ എന്തോ ഒരു പിക്കിളുടെ അച്ചാർ കൊണ്ടുവരുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു പാർട്ടി നടക്കായിരിക്കും. ഈ സമയത്ത് അമ്മേനെ കണ്ട് എല്ലാവരും മോശമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജിയാങ്ങിന് ദേഷ്യം വരുന്നുണ്ട്. ജിയാങ്ങാണെങ്കിൽ ആ അമ്മേനെ പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോയിനെ അറിഞ്ഞു വന്നിട്ട് നമ്മുടെ ജിയാങ്ങിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജിയാങ് പറയാണ്, ഇത്ര സെലിബ്രിറ്റീസുകളുള്ള ഒരു പാർട്ടിയിലേക്ക് നിൻ്റെ അമ്മ വന്ന് പിന്നെ ഞാൻ എങ്ങനെ നിൻ്റെ അമ്മയുടെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മാനേഴ്സ് ഒന്നും ഇല്ലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് റൂഡായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവൾ ആ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെയാണ് അവൾ ടൈപ്പ് ചെയ്യാന്നിട്ട് നമ്മുടെ ജിയാങ് പറയാണ് ഞാൻ ചെയ്ത് തെറ്റായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജിയാങ്ങിനാണെങ്കിൽ ഉണ്ടല്ലോ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ജിയാങ്ങിൻ്റെ അമ്മ സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഈ സമയത്താണെങ്കിൽ ഇവനെ കെയറൊന്നും ചെയ്യണില്ല കേട്ടോ. ഇവരാണെങ്കിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിന് ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജിയാങ് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ഞാൻ നിന്നെ ഇട്ടുണ്ട് പോകാൻ പാടില്ല, സോറി ജിയാങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജിയാങ്ങാണെങ്കിൽ കണ്ണു തുറക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടത് സ്വപ്നമായിരുന്നു കേട്ടോ. നമ്മുടെ ഹീറോയിൻ വന്നിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. എന്നിട്ട് ഇവനാണെങ്കിൽ അവളെയും കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. ആ സമയത്ത് സർവൻറ്റ് പറയാണ്ട് സാറിന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷെന്നിനാണ് കേട്ടോ. നമ്മുടെ ഷെന്ന് ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് നിന്നെ സ്റ്റഡിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിന് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ടീമിലേക്ക് എടുക്കണം. അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ടോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഷെന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നത് നീ സാഡാണോ ചോദിക്കുന്നത്. അപ്പോൾ ഇവളും പറയേണ്ട അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോഴാണ് ഹാപ്പി എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ നല്ല രീതിയിലൊക്കെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഓൾഡ് പ്രൊഫസറാണ് കേട്ടോ. ആ പ്രൊഫസറുടെ അടുത്തേക്കാണെങ്കിൽ നമ്മുടെ ഈ ജിയാങ്ങിൻ്റെ അമ്മയും സിസ്റ്ററും വന്നിട്ടുണ്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ട്. കാരണം ഈ പെണ്ണാണെങ്കിൽ എക്സാം ചെയ്തിട്ടുണ്ട്, പ്രൊഫസറുടെ എക്സാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വിന്നാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് നമ്മുടെ ഹീറോയിന് ഫ്ലവർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ജിയാങ്ങിൻ്റെ അമ്മയാണ് പറയാണ് ഇത്ര നാൾ ഹൗസ് വൈഫ് ആയിരുന്ന അവൾ എന്താ സ്റ്റഡിക്ക് പോകണമെന്നൊക്കെ ചോദിക്കുന്നത്. നിനക്ക് എന്തായാലും അത് കിട്ടാൻ പോണില്ല, എൻ്റെ മോൾ തന്നെ ആയിരിക്കും ഫസ്റ്റ് റാങ്ക് കിട്ടാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ കുറച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് നീ വെറുതെ ഇവളെടുത്ത് മത്സരിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് നമുക്ക് കാണാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആരാണ് പാസ്സാവുന്നത് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ തിരിച്ച് നല്ല മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർക്കറിയില്ലല്ലോ നമ്മുടെ ഹീറോയിൻ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. കാരണം നമ്മുടെ ജിയാങ്ങനെ ഇവളെ കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇവള് സാധാരണ ഒരു പെൺകുട്ടിയാണെന്നാണ് അവൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ അവള് പ്രൊഫസർ വരുന്നുണ്ട് കേട്ടോ. ആ പ്രൊഫസർ വരുമ്പോൾ നമ്മുടെ ഈ ജിയാങ്ങിൻ്റെ അമ്മ വലിയ കാര്യത്തിൽ അവളെ ആ മോളെ ആണെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ പ്രൊഫസറാണെങ്കിൽ മൈൻഡ് ചെയ്യാണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. എന്നിട്ട് സുമി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പ്രൊഫസർ പറയുന്നുണ്ട് നീ നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതിയിട്ട് പാസ് ആവണം എന്നൊക്കെ പറയുന്നുണ്ട്, ഫസ്റ്റ് എത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ അമ്മയാണെങ്കിൽ ഇവളെ പരിചയപ്പെടുത്തി കൊടുക്കണം, എൻ്റെ മോളായിരിക്കും ടോപ്പ് ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രൊഫസർക്ക് വലിയ ഇഷ്ടമൊന്നും അവന് മൈൻഡ് ചെയ്യണില്ല കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നൈറ്റാണ് കാണിക്കുന്നത്. ഈ പെണ്ണാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ജിയാങ്ങിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജിയാങ്ങാണെങ്കിൽ കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിന് ഡ്രസ്സ് ഇട്ടത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ജിയാങ് വിചാരിക്കും നമ്മുടെ ഹീറോയിനാന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ജിയാങ് ആ നൈറ്റാണെങ്കിൽ ഇവളെ കൂടെ ഇൻറ്റിമേറ്റ് ആവണം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. മോർണിംഗ് ടൈമിലാണെങ്കിൽ അവൻ സോറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് പറയാണ് എന്തായാലും എൻ്റെ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് തന്നെ നീ എന്നെ മാരേജ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജിയാങ് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ടെന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾക്കും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവർ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിനായിരിക്കും വിന്നായിട്ടുണ്ടായിരിക്കട്ടെ. ഇത് കേട്ട് ആ പെണ്ണും അതുപോലെ തന്നെ അവൾ അമ്മയും ഷോക്ക് ആവുന്നുണ്ട്, നമ്മുടെ ഹീറോയും ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഇവൾക്കാണെങ്കിൽ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ഉണ്ടായിരിക്കും, അതായത് ഇവളൊരു ടീമിലേക്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല രീതിയിൽ ആൻസറൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഷെന്നായിരിക്കില്ല അവളെ കോച്ചിങ്, അവൻ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ സ്റ്റഡിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അവ ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവൾക്ക് നല്ല സ്കോറോട് കൂട്ടായിരിക്കും ഇവൾ വന്നിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഷിന്നും ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിന്നു പറയുന്നത് നമുക്കൊരു ട്രിപ്പിന് പോകാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അപ്പോൾ അവളും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷിന്നു നമ്മുടെ ഹീറോയിനും കൂടി ട്രിപ്പിന് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവനൊരു റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കായിരിക്കും അവർ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഇവർ റൂമൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൻ്റെ ഒരാളുണ്ട് അസിസ്റ്റൻറ്റ്. ആ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇവരെ കണ്ടിട്ട് പറയുകയാണ് ഇവർ നല്ല കപ്പിൾസാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബീച്ചിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബീച്ചിലേക്ക് പോണ സമയത്താണെങ്കിൽ നമ്മുടെ ജിയാങ് ആണെങ്കിൽ ഇവളെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ജിയാങ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കണ്ട് സംസാരിക്കും.
സംസാരിക്കാൻ വരികയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വലിയ മൈൻഡൊന്നും കൊടുക്കണില്ല കേട്ടോ. ഇവൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് ചിന്തിക്കേണ്ടത്. ആ സമയത്ത് യോമിയും ഇവനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് യോമിയാണെങ്കിൽ ഇവൻ്റെ അടുത്ത് നല്ല ക്ലോസ് ആയിട്ട് കൊഞ്ചി സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചിയാങ്ങിനാണെങ്കിൽ അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചോദിക്കണേ നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് വരുന്നതെന്ന് ചോദിക്കണേ. എനിക്ക് നിന്നോട് ആ ഇഷ്ടമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷെന്ന് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വാ ഷെന്ന് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷെന്നിനെ കൈ പിടിച്ച് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ചിയാങ്ങിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിയാങ് പറയുകയാണ് ഇവള് മൊത്തത്തിൽ ചേഞ്ച് ആയല്ലോ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിയാങ്ങിൻ്റെ അടുത്താണെങ്കിൽ ആ പെണ്ണ് പറയണ വാ ചിയാങ് നമുക്ക് പോയിട്ട് ഷോപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ കൊഞ്ച് സംസാരിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ ചിയാങ് പറയുന്നത് ഞാനൊന്നുമില്ല നീ പൊക്കോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകണ്ടിട്ടാ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്താണെങ്കിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുകയാണ് ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അതായത് ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അതിലേക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനും പങ്കെടുപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഷെന്ന് പറയുന്നത് നമ്മൾക്ക് എന്തായാലും പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പ്രോഗ്രാം നടക്കുകയാണ്. ആ സമയത്താണെങ്കിൽ ഇവരിങ്ങനെ ഓരോ ചെസ് നമ്പറൊക്കെ എഴുതി കൊടുക്കും. അപ്പോൾ അതിൽ നമ്പർ വരുന്ന ആൾ വന്നിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ പെണ്ണ് വന്നിട്ടുണ്ട്. ഈ പെണ്ണിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു നമ്പർ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത് 7 ആയിരിക്കും. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ചെയ്യുന്ന പെണ്ണുണ്ടല്ലോ ആ പെണ്ണാണെങ്കിൽ പറയുന്നുണ്ട് ചെസ് നമ്പർ 7 എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ നമ്പർ ആയിരിക്കും. അപ്പോൾ അവിടെ വന്നിട്ട് പെർഫോം ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് യോമി പറയാണ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയിട്ട് ഒരു ചെക്കനാണെങ്കിൽ കുറച്ച് ക്യാഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനെ എന്തോ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇവൾ ഒന്നറിയാത്ത പോലെ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ കറങ്ങി ചെസ് നമ്പർ 7 അടുത്ത് എത്തും കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിനായിരിക്കും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണം, പാട്ട് പാടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ യോമി വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ മനഃപൂർവ്വം തന്നെ അവളുടെ ഡ്രസ്സിലേക്കാണെങ്കിൽ കുറച്ച് വൈൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ ഒന്നറിയാത്ത പോലെ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ നമ്പർ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. 7 കിട്ടിയ ആൾ ഇവിടെ സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൾ സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനെ മനസ്സിലായിട്ട് മനഃപൂർവ്വമാണ്. അപ്പോൾ ചിയാങ് പറയുന്നുണ്ട് വാ നമുക്ക് വേറെ ഡ്രസ്സ് വാങ്ങുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ മൈൻഡ് ചെയ്യണില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷെന്നിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഷെന്നിൻ്റെ അടുത്ത് സ്വകാര്യത്തിൽ പറയാണ് വാ ഷെൻ എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ വിളിച്ചു കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ ഫുഡ് കട്ട് ചെയ്യുന്ന ആളെടുത്ത് വരുന്നുണ്ട്. ആ സമയത്ത് ആളൊക്കെ ഇന്ന് കത്രിക തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ അവളുടെ ഡ്രസ്സാണെങ്കിലല്ലോ വെട്ടിക്കൂട്ടി ഇങ്ങനെ നല്ലൊരു പുതിയൊരു ഡ്രസ്സാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ആ സ്റ്റേജിൽ വീണ്ടും അനൗൺസ് ചെയ്യാണ് കേട്ടോ 7 നമ്പർ ബ്യൂട്ടിഫുൾ വുമൺ ആരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ഡ്രസ്സാക്കി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ഡ്രസ്സ് എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ ഉണ്ടല്ലോ അവൾ എന്തായാലും വരാൻ പോണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അതായത് ഇവളെ ഡ്രസ്സ് ഇവൾ തന്നെ നല്ല രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒരു ഡ്രസ്സാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ സ്റ്റേജിൽ വന്നിട്ട് നല്ല രീതിയിൽ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ഇവളെ പാട്ട് കാണുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ചിയാങ്ങാണെങ്കിൽ മതിമറന്ന് ഇവളെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്ലവർ കിട്ടുക അവളായിരിക്കും വിന്നാവുക കേട്ടോ. എന്നിട്ട് എല്ലാവരും ക്ലാപ്പ് കൊടുക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുള്ളാണ് നല്ല ടാലൻ്റുള്ള ഗേളെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ മേലിക്കാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഒരു തൂണ് പോലെ എന്തുകൊണ്ട് അതിങ്ങനെ വീഴാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചിയാങ് കണ്ടിട്ട് അവൻ്റെ മേലിക്കായിരിക്കും വീഴാട്ടോ. പിന്നെ ആ സീൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ചിയാങ്ങിന് ഇഞ്ചുറിയിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. ഇവൾ കാരണം ഇങ്ങനെ സംഭവിച്ചാൽ ജീവനാണെങ്കിൽ നേരെ നമ്മുടെ ഹീറോയിൻ്റെ റൂമിൽ വന്നിട്ട് വാതിലടക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിന് ഷെൻ അവിടെ നിന്ന് വരുന്നുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ട് നീ ഒരു താങ്ക്സ് പോലും പറയലെന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് താങ്ക്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണോ നീ വന്നേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിയാങ് പറയുന്നുണ്ട് നീ വായോ എന്ന് പറയണ്ട, എൻ്റെ കൂടെ വരാൻ പറയുന്നുണ്ട്, സോറി എന്ന് പറയേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് സോറി ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ നിൻ്റെ കൂടെ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കൈ പിടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലുണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഷെന്നിനെ കുറിച്ച് മോശമായിട്ട് നമ്മുടെ ചിയാങ് പറയുമ്പോൾ ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഷെന്ന് പറയുന്നത് നീ വെറുതെ ഇവളെ വഴി ഡിസ്റ്റർബ് ആവണമെന്ന് പറയുന്നുണ്ട്. ഇവൾക്ക് ഇവളുടേതായിട്ടുള്ള കുറേ ഡ്രീം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ അങ്ങനെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോകണ്ട. ഈ സമയത്ത് ഇവനാണെങ്കിൽ പുറത്ത് റൂം കഥക്ക് തുറക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവരാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് റൂമൊന്നും തുറക്കണില്ല. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇവൻ്റെ അടുത്ത് കുറച്ച് ക്ലോസ് ഒക്കെ ആയില്ല. ആ സമയത്ത് നമ്മുടെ ഷെന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ പേടിക്കേണ്ട. എന്നിട്ട് ഇവളാണെങ്കിൽ നേരെ ചെയറിൽ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചിയാങ് പുറത്തുനിന്ന് അടിക്കുകയാണ് ഞാനിങ്ങനെ ഒരിക്കലും നിന്നെ മാരേജ് ചെയ്യില്ലെന്ന് പറഞ്ഞു, നീ വേഗം വാതിൽ തുറന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവനാണെങ്കിൽ കിസ് ചെയ്യാൻ വരണം. ആ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കൈ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷെന്ന് സോറി എന്ന് പറയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യോമിനാണ് കേട്ടോ. ഇവളാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. കാരണം അന്നനായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ന്യൂസ് ആണെങ്കിൽ നമ്മുടെ ചിയാങ്ങിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് കേട്ടോ. അതായത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കണ സമയത്ത് ഇവനാണെങ്കിൽ വലിയ ഹാപ്പി ഒന്നുമില്ല. കാരണം ഇപ്പോൾ ഇവൻ്റെ ഉള്ളിൽ നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇതിനെന്തായാലും കോമ്പൻസേഷൻ ഞാൻ തരാമെന്നൊക്കെ
എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ കുട്ടി വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കേൾക്കുന്ന സമയത്ത് ഇവൻ്റെ അമ്മ പറയാണ് എന്തായാലും നിൻ്റെ കുട്ടികൾ വയറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നീ ഇവളെ മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ യോമിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് ഇവൻ പറയാണ് കുട്ടീനെ നിങ്ങൾ തന്നെ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ ഡയറി നോക്കിയിട്ട് ആ ദിവസത്തെ ഫൂട്ടേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഡേറ്റിലെ കാര്യം നോക്കണേ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ഫീവർ ഉണ്ടായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനെ കോൾ ചെയ്തിട്ട് വരാൻ പറയുന്നുണ്ടാവും. അപ്പോൾ അവനാണെങ്കിൽ പാർട്ടിയിലായിരിക്കും യോമിയുടെ കൂടെ. എന്നിട്ട് ഇവനാണെങ്കിൽ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് ഷോക്ക് ആവുന്നുണ്ട്. പിന്നീട് അവളൊരു ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡേറ്റ് നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജിയാങ് ആണെങ്കിൽ അവളെ കൂടെ പോകണ്ടായിരിക്കില്ല കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ കുടിച്ച് പൂസായിട്ട് വന്ന് കിടക്കായിരിക്കും. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മുടെ ജിയാങ് പറയും ഞാൻ കുറച്ച് ടയർഡാന്ന് പറയാൻ ഡിസ്റ്റർബ് ആയില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൻ്റെ കഴുത്തിലാണെങ്കിൽ നമ്മുടെ യോമി കിസ് ചെയ്തതിൻ്റെ ലിപ്സിൻ്റെ പാടൊക്കെ ഇവൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവന് ഇപ്പോൾ കാണാൻ കേട്ടോ. ഇത് കണ്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ മുഖത്തടിച്ചിട്ട് ഞാൻ ഇത്രയ്ക്കും ബാഡ് പേഴ്സൺ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ യോമിയാണെങ്കിൽ അവളെ പേരൻസിനൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടായിരിക്കും. ഇവളെന്ന് പറയുന്നത് ഒരു പൂറുകളാണ് കേട്ടോ, കച്ചറുകളാണ്. അപ്പോൾ ഇവരാണെങ്കിൽ വന്ന് വീടൊക്കെ മെസ്സാക്കിയിട്ടുണ്ടായിരിക്കും. ആ സമയത്താണെങ്കിൽ നമ്മുടെ ജിയാങ്ങിൻ്റെ അമ്മ വന്നിട്ട് പറയുകയാണ് ഇതുപോലെ വീടൊക്കെ ഇങ്ങനെ മെസ്സായിട്ട് കിടക്കാൻ പാടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഒരു പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കേണ്ടത്. ഈ സമയത്താണെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അമ്മ കുറേ പറയുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണും തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഈ പെണ്ണുണ്ടല്ലോ യോമി ഇവളാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ അമ്മയ്ക്കിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ച വശമാണെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ജിയാങ്ങിൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ, സിസ്റ്റർ കണ്ടായിരിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ നമ്മുടെ യോമിക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ അമ്മേനെ അടിക്കറിയെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവണം കേട്ടോ. അപ്പോൾ ഈ അടിയാവണ സമയത്തുണ്ടല്ലോ നമ്മുടെ ജിയാങ് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അമ്മ പറയുകയാണ് ഇതുപോലത്തെ ഒരു യൂസ്ലെസ് ആയവരാണ് നമ്മുടെ വീട്ടിലെ മരുമോളൊക്കെ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ നല്ലവൾ ഇവിടുന്ന് പറഞ്ഞയച്ചല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജിയാങ് വന്നതിൻ്റെ പറയുന്നത് ഇവിടെ എന്താ നടക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ പിടിച്ച് മാറ്റാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ യോമിനാണെങ്കിൽ ഉണ്ടല്ലോ ഇവൻ പിടിച്ച് തള്ളുന്നിട്ട് തള്ളണ വശം തന്നെ നമ്മുടെ യോമിയാണെങ്കിൽ ഓൾറെഡി പ്രഗ്നൻ്റ് ആയിരിക്കല്ലോ. അപ്പോൾ ഇവളെ വയറാണെങ്കിൽ ഒരു ഇതിൽ കൊണ്ട് ഇടിക്കണ വശം തന്നെ അവൾക്ക് ബ്ലീഡിങ് ആവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ കൊച്ചു അബോഷനായി പോകണമെങ്കിൽ ഇവളാണെങ്കിൽ അവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ അമ്മയ്ക്കൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യോമിയാണെങ്കിൽ നമ്മുടെ ജിയാങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ജിയാങ് പറയുകയാണ് നിനക്ക് 2 മില്യൺ തരാം, നീ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവായി പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ യോമി വന്നിട്ട് നമ്മുടെ ജിയാങ്ങിൻ്റെ അടുത്ത് പറയുകയാണ് 2 മില്യനോ ചോദിക്കുന്നുണ്ട്. നീ നമ്മുടെ സുമിക്ക് കൊടുക്കുന്നത് 70 മില്യൺ ആണെന്നുള്ളൂ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത് നീ അവളെ നിന്നെയും കുറിച്ച് കമ്പയർ ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. അവളെന്ന് പറയുന്നത് എൻ്റെ വൈഫ് ആകുമ്പോഴുള്ളതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനുള്ള ഒരുപാട് സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ ഇല്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ ജിയാങ് വന്നിട്ട് ബോഡി ഗാർഡ്സിനെ വിളിച്ചിട്ട് അവൾ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൾ പറയുകയാണ് നീ ഒരു ചീറ്റ് പേഴ്സണാന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ആവശ്യത്തിന് മാത്രം തന്നെ യൂസ് ചെയ്ത് ഇപ്പോൾ വലിച്ചെറിയെന്ന് പറയുന്നുണ്ട്. നീ ഏറ്റവും ബേഡ് പേഴ്സണാണ് ഹൈ ഹേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനും ഇത് കേട്ട് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജിയാങ്ങിൻ്റെ അമ്മയും അതുപോലെ സിസ്റ്ററും സംസാരിക്കുക. അമ്മ പറയാണ് എത്രയും നല്ലൊരു മരുമകളായിരുന്നു അവിടുന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞാച്ചെന്ന് പറഞ്ഞിട്ടൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ടോ. നമ്മുടെ ഹീറോയിനാണ് അമ്മയ്ക്ക് ഒരു സൂപ്പ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഹീറോയിൻ റെഡിയാക്കി കൊടുത്ത സ്ഥലം പറയുമ്പോൾ ഇവളാണെങ്കിൽ തട്ടികളുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അമ്മ പറയുന്നത് സിസ്റ്റർ. അപ്പോൾ സിസ്റ്റർ ആലോചിക്കുന്ന ഫ്ലാഷ് ബാക്ക് ഇവളാണെങ്കിൽ കോളേജിൽ കുറച്ച് പേര് ബുള്ളി ചെയ്യേണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ഇവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സിസ്റ്ററും അമ്മയും പറയാണ് ഇത്രയും നല്ലൊരു പെൺകുട്ടിനാണ് നമ്മളോട് ഒഴിവാക്കിയെന്ന് പറയുന്നത്. എനിക്ക് എന്തായാലും ആ സിസ്റ്ററോ മതി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ അമ്മയും പറയുന്നുണ്ട് സമയം ഒട്ടും വൈകിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ നല്ലൊരു പെൺകുട്ടിയാണ് കൈൻഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ ജിയാങ് കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ഒരു സ്പീച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് പേരൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അല്ല എല്ലാവരുടെയും പ്രൊഫസറുള്ള ടീമിലേക്ക് നമ്മുടെ ഹീറോയിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത്ര ടാലൻറ്റ് നമ്മുടെ ഹീറോയിൻ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്കാണെങ്കിൽ നമ്മുടെ ജിയാങ്ങും അവൻ്റെ അമ്മയും സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ അവിടേക്ക് ഒരാൾ വന്നിട്ട് പറയാണ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, കൾച്ചർ ഓഫ് നേച്ചർ എന്നാണ് എഴുതിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ബുക്കാണെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ബെസ്റ്റ് ഓതർക്കുള്ള അവാർഡ് നമ്മുടെ ഹീറോയിന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് പറയുന്നത് ഇത്ര നല്ല ടാലൻറ്റ് പേഴ്സൺ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ അമ്മയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ജിയാങ്ങിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഈ ബുക്ക് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവൻ പറയുന്നത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഓതേഴ്സ് എഴുതിയതാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഹീറോയിനും എഴുതിയിട്ടുണ്ട്, അതിൽ പാർട്ട്ണർഷിപ്പ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്ററും പറയുന്നത് അതേ അമ്മയെന്ന് പറയുന്നുണ്ട് നല്ല ടാലൻ്റ് ആയിട്ടുള്ള പ്രൊഫസേഴ്സാണ് ആ ബുക്ക് എഴുതി. അപ്പോൾ അതിന് നമ്മുടെ ഹീറോയിനും
ലിസ്റ്റിലും അത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല യങ് ഏജിൽ തന്നെ ആളിപ്പോൾ ഭയങ്കരമായിട്ട് പ്രസിദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ സ്പീച്ച് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ പോകുന്ന ടൈമിൽ നമ്മുടെ ചിയാങ് വന്നിട്ട് അവൻ പറയുന്നുണ്ട് നീ എന്നെ വിട്ട് പോകലെന്ന് പറഞ്ഞിട്ട് വീണ്ടും സോറി പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് ഇത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് നമ്മുടെ ഹീറോയിൻ്റെ എക്സാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് 6 വർഷക്കാലം ഇവനാണ് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ തടഞ്ഞ് വെച്ചേക്കെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ആളെ കഴിവുകളൊന്നും അറിയാണ്ട് ആളെ വലിച്ചെറിഞ്ഞ് പോയി ആളല്ലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ അമ്മയും സിസ്റ്ററും വന്നു കഴിഞ്ഞിട്ട് സോറി പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയ മോളെന്നൊക്കെ പറയണമെങ്കിൽ ഞാൻ ഒരു വാക്ക് പോലും മോളെ ഞങ്ങൾ ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്ലീസ് ഞങ്ങളോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് കുറേ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചിയാങ് പറയുന്നുണ്ട് പ്ലീസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ അല്ലാതെ എൻ്റെ ലൈഫിൽ വേറൊരു പെണ്ണൊന്നും ഉണ്ടാവില്ല, എൻ്റെ മരണം വരെ നിന്നെ മാത്രം സ്നേഹിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയാണ് എനിക്ക് നിങ്ങളുടെ അപ്പോളിച്ചൊന്നും വേണ്ടെന്ന് പറഞ്ഞു, ഞാൻ എല്ലാം അവസാനിപ്പിച്ചാണ് വന്നത്, ഇനി നിങ്ങൾ ഒരിക്കലും എനിക്ക് അവനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവള് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകണ്ട. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചിയാങ് പറയുന്നുണ്ട് സുമി എന്ന് വിളിക്കാൻ കേട്ടോ, നീ 6 വർഷം എനിക്ക് വേണ്ടി വെയിറ്റ് ഇല്ല, അതുപോലെ ഇനിയുള്ള കാലം നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഷിന്നാണെങ്കിൽ ഒരു ഫ്ലവർ പിടിച്ച് നിൽക്കേണ്ടായിരിക്കും കേട്ടോ. ടിവനാണെങ്കിൽ വന്ന് കൺഗ്രാസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും ഭയങ്കര ഹാപ്പി ആവാൻ കേട്ടോ. എന്നിട്ട് ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഷെന്നു വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ ഒരു കിസ് കൊടുത്തിട്ട് പറയാണ് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ഞാൻ നിന്നെ ഫ്രീ ആയിട്ട് വിട്ടേക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ, യു ആർ ഫ്രീ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവന് നമ്മുടെ ഹീറോയിനോട് സ്നേഹം ഉണ്ടെങ്കിലും നമ്മുടെ ഹീറോയിൻ്റെ ലൈഫിലേക്ക് അവൻ തനിയെ വിട്ടേരിക്കുന്നു. കാരണം ഇവൾക്ക് ഫ്രീ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം നമ്മുടെ ഷെന്നിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളുടെ ലൈഫിൽ അവൻ ഡിസ്റ്റർബ് ആവില്ലെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും അവൻ്റെ അടുത്ത് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ഇവൾ തന്നെ പറയാണ് ഒരു ആളുടെ കീഴിലും ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് എൻ്റേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, എനിക്ക് എൻ്റേതായ ഡ്രീംസ് ഉണ്ട്, അത് അച്ചീവ് ചെയ്യാൻ ഞാൻ പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് രണ്ടുപേരും അവൾ ചൂസ് ചെയ്യണില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഹാപ്പി ആയിട്ട് പോകണോടുത്ത് നമ്മുടെ ഈ ഡ്രാമ എൻഡ് ആവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.